ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. ഫുഡീസ് വേൾഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. എൻ്റെ മോൻ്റെ മലയാളത്തിൻ്റെ എക്സാമാണ് സ്കൂളിൽ, അതുകൊണ്ട് കുറച്ചൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് രാവിലെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. രാവിലെ എണ്ണിച്ച് സുബഹി നിസ്കരിച്ചിട്ടിരിക്കും. എനിക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ മോനതിന് മുന്നേ വിളിച്ച് ഞാൻ ഉണർത്തിയായിരുന്നു. മോനപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ എക്സാമാണ്, എല്ലാവരും ദുആ ചെയ്യണേ. പിന്നെ പുറത്തിറങ്ങി മോനോട്ടിരുന്ന് പഠിക്കുകയാണ്. മോൻ്റെ കാലാണ് കാണുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി സിറ്റൗട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ പട്ടിയുടെ ഭയങ്കര ശല്യമാണ്. കിച്ചുമോൻ്റെ എത്ര ജോഡി ചെരുപ്പ് എടുത്തുകൊണ്ട് പോയെന്ന് പോലും അറിയത്തില്ല. ഇപ്പം കിച്ചുമോന് ചെരുപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചില്ല. കാരണം പുതിയ ചെരുപ്പ് ഒരു ദിവസം അങ്ങാണ്ട് യൂസ് ചെയ്ത ചെരുപ്പ് വരെ എടുത്തുകൊണ്ട് പോയി. 4 ജോഡി ചെരുപ്പ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് വന്ന് അച്ചുമോന് ചായ അങ്ങനെ കുടിക്കുന്ന പതിവില്ല. അപ്പോൾ എന്നോട് ഓർമ്മിച്ച് ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ച് എന്നാലും പഠിക്കുകയല്ലേ, നമ്മൾ ചായയൊക്കെ ഇട്ട് ചായ കുടിക്കാൻ വേണ്ടി ആളെ കിടന്ന് വിളിച്ച് അപ്പം കേക്ക് ഇരിപ്പുണ്ടായിരുന്നു, കേക്കും എടുത്ത് വെച്ച്. പക്ഷെ ആൾ ചായ ഒരിത്തിരി കുടിച്ചിട്ട് ചായ മതിയെന്ന് പറഞ്ഞു. ചായ അങ്ങനെ കുടിക്കാറില്ല. എൻ്റെ 2 മക്കളും അങ്ങനെ ചായ കുടിക്കാറില്ല. പക്ഷെ അതിലൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. എത്ര കിട്ടിയാലും ഞാൻ ചായ കുടിക്കും. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക, പനിയാണ് എനിക്ക്. അമ്മ എൻ്റെ വോയിസ് കൊള്ളത്തില്ല. അതിലൂടെ പനിയും കൂടെ ആയപ്പോൾ ഒട്ടും പറയില്ല, ഒച്ചയടപ്പും സൗണ്ട് വെക്കും. എപ്പോഴും വിചാരിക്കും ലോങ് വീഡിയോ ഇടണമെന്ന്. പക്ഷേ പറ്റാറില്ല. ഉമ്മിച്ച തിരിച്ച് ചായയും കൊണ്ടുവച്ച് തന്നു. കാരണം ഉമ്മിച്ച അവിടെ ഇരുന്ന് നിസ്കരിച്ചിട്ടിരുന്ന് അപ്പം ചായക്ക് ചൂട് പോയി. അതുമല്ല ചായയുടെ പാട ചൂടത്തില്ല, കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക്. ഉമ്മിച്ചക്ക് ഒന്നുകൂടെ ചൂടാക്കി ചായ കൊടുക്കണം. ഉമ്മിച്ചക്ക് പിന്നെ ചായ നല്ല ചൂട് വേണം. അങ്ങനെ പിന്നെ ഉമ്മിച്ചാടെ ചായ എടുത്തുകൊണ്ട് പോയി ചൂടാക്കി കൊടുത്തിട്ട് പിന്നെയും ഞാൻ ഇവിടെ വന്നിരുന്ന് കാരണം എൻ്റെ മോന് കുറേ പെൻഡിങ്ങാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു സർജറി ഉണ്ടായിരുന്നു. എന്നിട്ട് സർജറി 3 മാസം റെസ്റ്റായിരുന്നു. അപ്പോൾ അവനെ പോകാൻ പറ്റിയില്ല. പിന്നെ കുറേ പെൻഡിങ്ങായി കിടന്നു. നോട്ട്സ് എല്ലാം ഒന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഞങ്ങൾ കോപ്പി എടുത്ത് ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് വാങ്ങിച്ചുകൊണ്ടൊന്ന് കോപ്പി എടുത്തു. അന്നേരം മോന് എക്സാമിന് ഭയങ്കര എന്നുവെച്ചാൽ പോകാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനി പഠിക്കണമെന്ന് പറഞ്ഞ് രാവിലെ 5 മണിയായപ്പോൾ എണീറ്റ്. ആൾ ഇന്നലെ നൈറ്റ് ഉറങ്ങിയപ്പം തന്നെ 12:30 1 മണിയും കണ്ടേ. കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനിയും ചുമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മോനും വയ്യായിരുന്നു, മോനും പനിയൊക്കെ ആയിരുന്നു. പിന്നെ ഇരുന്ന് പഠിക്കുകയാണ് ആൾ. പഠിച്ച് ഇനിയും ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ 9th പഠിക്കുന്നത്. ഈ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 10th ക്ലാസ് തുടങ്ങുമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. പക്ഷേ എല്ലാ മക്കൾക്കും എക്സാമൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാ മക്കൾക്കും എക്സാമൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. ഞാൻ പിന്നെയും പുറത്തുനിന്ന് നോക്കുക, നേരം വെളുത്തുമെന്ന് അറിയാൻ വേണ്ടി നോക്കുക. കാരണം ഇളയാളിനെ വിളിക്കണം. പിന്നെ ഇന്നൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ ജോലിയെല്ലാം ഒതുക്കണം. ഞാനും എൻ്റെ ഇക്കാടെ വൈഫും ഉണ്ട്. ഇക്കാടെ പിള്ളേരെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല. 2 പേരും നന്നായിട്ട് പനിയായിട്ട് കിടക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇനി ഇങ്ങനത്തെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.